എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, അതുപോലെ കരിഞ്ഞു വരുന്നു. ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതിന് ശേഷം അടുത്തത് ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു വരുന്നു എന്നൊക്കെ. അതിന് വേണ്ടി ഒന്ന് രണ്ട് ട്രിക്കുകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്കപ്പോൾ നമ്മളുടെ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണിത് കേട്ടോ. ഇത് ഞാൻ വേവിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ 400 ഗ്രാം പൊട്ടാറ്റോ അത് മാഷ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ. പിന്നെ വേണ്ടത് നമുക്ക് 2 സവോള ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു 7 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചിയും കൂടി പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാമാണ് ഇനി നമുക്കിതിൻ്റെ മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനുവേണ്ടി സ്പൈസസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒന്നും വന്നാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ മസാലക്കൂട്ടാക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഈ സവോള വഴറ്റാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഈ നമ്മൾ മീഡിയം ടൈപ്പ് 2 സവോള അരിഞ്ഞത് പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ സവോള ഇത് ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇത് ചുമന്ന കളറിലേക്കൊന്നും പോകണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ ചെറുതായിട്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതൊക്കെ ഇട്ട് നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ പച്ചമുളകും അതുപോലെ നമ്മളെ വേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന വരുമ്പോൾ ഞാനിതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന അളവുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് സംശയം വരികയാണെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കറക്റ്റ് അളവുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇത് 400 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ, അതിട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി മിക്സ് ആയതിന് ശേഷം നമുക്ക് പൊട്ടാറ്റോ ചേർക്കാം. നമ്മളെ ചിക്കൻ ഒന്ന് ഇതിൽ കിടന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും എത്ര അളവിലാണോ ചിക്കൻ എടുക്കുന്നത് ആ സെയിം അളവ് തന്നെ ആയിരിക്കണം പൊട്ടാറ്റോ എടുക്കുന്നത്. പൊട്ടാറ്റോ ഇടുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളതെങ്കിലും പൊട്ടാറ്റോ ഇടുമ്പോൾ ആ ഉപ്പ് തീരെ കുറഞ്ഞു പോവും. അപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഞാനിതിപ്പം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഇപ്പോൾ ഇത് കറക്റ്റാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാരണവശാൽ ചെറുതായിട്ട് വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ പൊടി അല്ലെങ്കിൽ റസ്ക് ഉണ്ടാവുമല്ലോ, റസ്ക് പൊടിച്ച് 2-3 റസ്ക് പൊടിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. പിന്നെ താല്പര്യമുള്ളവർക്ക് മല്ലിയിലയും ചേർക്കാം. ഞാൻ ഇതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇപ്പോൾ എനിക്കിതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഞാൻ എന്തെങ്കിലും കാരണവശാൽ വെള്ളം കൂടിയാലത്തെ കാര്യം ഒരു ടിപ്പ് പോലെ പറഞ്ഞതാണത്. അപ്പോൾ അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ്, നമ്മൾ കഴിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് കയ്യിലുണ്ട്, അതാണ് യൂസ് ചെയ്യാറെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതിപ്പം ഞാൻ ഫ്രഷ് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഇനി നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് വേണമല്ലോ ഇത് ചെയ്യാനായിട്ട്. അതിനുള്ള കൂട്ട് ഇവിടെ റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുകയാണ്. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്.
കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വറക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില സമയത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ മിക്സ് ചെയ്യുന്നത്. കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് വേണമെങ്കിൽ മുട്ട ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിൽ കട്ടകൾ വരാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു മൂടി എടുക്കുക. അതിനകത്തേക്ക് ഇതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് കിട്ടും. ഇതിപ്പം ഷേപ്പൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നോർമൽ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അതല്ല ഓവൽ ഷേപ്പിൽ ചെയ്യണവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഷേപ്പ് ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതാക്കിയാൽ മതി കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഓക്കെ, കണ്ടോ? ഇപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് കറക്റ്റായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അല്ലാത്തവർ കറക്റ്റായിട്ട് തന്നെ ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്യാം. നമ്മളെല്ലാതും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിയിപ്പോൾ നമ്മൾ മുട്ടയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലൊന്നും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെക്കാം. ജസ്റ്റ് അങ്ങനെ ഒരു 3-4 വെച്ചതിന് ശേഷം നമുക്കത് കോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വെച്ചാൽ എപ്പോഴും അത് കൈ ഇങ്ങനെ മുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കട്ട പിടിച്ചു തുടങ്ങും. ഇത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കട്ട പിടിച്ച് വരാറുണ്ടല്ലോ അപ്പോൾ ഒന്ന് നമുക്ക് വെറ്റായത് മാറ്റി ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കട്ട പിടിക്കില്ല. നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 400 ഗ്രാം ചിക്കനും അതുപോലെ 400 ഗ്രാം പൊട്ടറ്റോവും വെച്ചിട്ട് ഈ വലിപ്പത്തിലുള്ള 21 എണ്ണം ഇപ്പോൾ ഇതുള്ളത്. ഇത്രയും കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ, ഇതൊന്ന് സെറ്റ് ആവാനായിട്ട്. എന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനൊരു കുഴിയുള്ളൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണിത്. ഇതിൽ ഇങ്ങനെ എണ്ണ കുറച്ചിങ്ങനെ കുഴിയുള്ള പാത്രമാണ് എപ്പോഴും നല്ലത് ചെയ്യാനായിട്ട്. നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും കട്ട്ലേറ്റ് ഇടുമ്പോൾ എണ്ണ ഫുൾ മുങ്ങിക്കെടുക്കണം. അപ്പോഴത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കട്ട്ലേറ്റ് ഇട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇട്ട ഉടനെ തന്നെ അത് മറിച്ചിടരുത്. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തീ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. വെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം തീയിലേക്ക് മാറ്റുക. ഇല്ലെങ്കിൽ അത് പുറം വശം പെട്ടെന്ന് കരിഞ്ഞു പോകും. കട്ട്ലേറ്റ് ഇവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അടുത്ത ട്രിപ്പും ഇടുകയാണ്. ഇങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. നമ്മളുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കരിച്ചലുകളോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഇതിലാകെ 1-2 കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ചിക്കൻ എടുക്കുമ്പോൾ ചിക്കൻ്റെ സെയിം അളവ് തന്നെ പൊട്ടറ്റോ എടുക്കണം. അതുപോലെ തീരെ പൊട്ടിപ്പോകാതിരിക്കാൻ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട്, എഗ്ഗിൻ്റെ കൂടെ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ആക്കുകയാണെങ്കിൽ ഇതൊട്ടും തന്നെ പൊട്ടിപ്പോവില്ല. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ വറക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊക്കെ ഇടയ്ക്ക് കരിഞ്ഞ് പിടിച്ച പോലെ വരില്ല, അങ്ങനെയൊന്നും വരില്ല. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.